നമ്മളെല്ലാവരും ഇപ്പം അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ജിസ്ബിയുടെ അമലിൻ്റെയും ഇഷ്യൂസ്. അപ്പം ഇത് ഞാൻ കേട്ട സമയത്ത് ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയത്തില്ലാത്തവർക്കായിട്ട് ഞാൻ പറയാം. ഇവർ ഒരു കപ്പിൾസ് ആയിരുന്നു, ഫാമിലി വ്ലോഗേഴ്സ് ആയിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഇവരുടെ യൂട്യൂബ് ചാനൽ ഞാൻ പണ്ട് കാലം തൊട്ടേ എനിക്ക് തോന്നുന്നു ഇവരുടെ സ്റ്റാർട്ടിങ് തൊട്ടേ ഞാനിത് കാണാറുള്ള, അതായത് ഒരു വീഡിയോസ് പോലും എനിക്ക് തോന്നുന്നു ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല. എല്ലാ വീഡിയോസും ഞാൻ കണ്ട് പോകാറുള്ള ഒരാളായിരുന്നു. എല്ലാ വീഡിയോസും അതിനകത്ത് സത്യം പറയല്ലോ, പേഴ്സണലി എനിക്ക് കുഞ്ഞാറ്റയുടെ ഹാർഡ് വർക്കിംഗ് ഭയങ്കരമായിട്ട്, എനിക്ക് ചില സമയത്ത് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം ആ കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾ, ഇവൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ അത് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അതുപോലെ രണ്ടാമത്തെ കുഞ്ഞ് അബോട്ടായ സമയത്താണെങ്കിലും ആ കുട്ടി നേരിട്ട ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇതിനൊക്കെ ഫേസ് ചെയ്ത് മുമ്പോട്ട് പോയ ഒരു ആളാണ് കുഞ്ഞാറ്റ എന്ന് പറയുന്നത്. അതൊക്കെ എനിക്ക് തന്നെ വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നു ഹസ്ബൻഡ് കുറച്ചെങ്കിലും ഒന്ന് അതിനെ സപ്പോർട്ട്. ഇപ്പം പുള്ളിക്കാരി പുറത്ത് പോയി കഴിഞ്ഞപ്പം തന്നെ ഒത്തിരിയേറെ ആളുകൾ ഞാൻ അതിൻ്റെ കീഴിൽ കുറേ പോസ്റ്റുകൾ കണ്ടു. അപ്പം അതിൻ്റെ അകത്ത് പലരും പറയുന്നുണ്ട്, കൊച്ചിനെ അപ്പൻ്റെ ഒപ്പമല്ലേ നിർത്തേണ്ടത്, ഇങ്ങനെ കാരണവന്മാരുടെ ഒപ്പമാണോ നിർത്തേണ്ടത്, അല്ലെ അമ്മ ജോലിക്ക് പോകാതെ വീട്ടിൽ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും അവർക്ക് കൊണ്ട് ചെലവിന് കൊടുക്കൂ? ഇല്ലല്ലോ. ഈ ഒരു വ്യക്തിയുടെ, ഈ കുഞ്ഞാറ്റ എന്ന് പറയുന്ന ഒരാളുടെ വരുമാനത്തിൻ്റെ പുറത്തായിരുന്നു ആ എൻ്റയർ ഫാമിലി. അതായത് കുഞ്ഞാറ്റയുടെ ഹസ്ബൻഡിനെ നോക്കണം, കൊച്ചിനെ നോക്കണം, വീട്ടുവാടക കൊടുക്കണം, ഇവർക്ക് അസുഖങ്ങളോ കാര്യങ്ങളോ വന്നാൽ അത് നോക്കണം, അതിൻ്റെ ഇടയ്ക്ക് ഈ കൊച്ചു പഠിക്കാൻ പോകുന്നു. ഇത് കിടന്ന് ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ്, ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യാണ്. ഈവൻ ഞാൻ പറയാം, ഹസ്ബൻഡ് എന്ന് പറയുന്ന ആള് നല്ല രീതിയിൽ ഈ കൊച്ചിനെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ കൊച്ചു പഠിക്കാൻ പോയ സമയത്ത് ഇവളെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇവൻ ജോലിക്ക് പോയിട്ട് നല്ല രീതിയിൽ ഒരു കുടുംബം നോക്കുന്ന ഒരു ആളാണെങ്കിൽ ഈ കുട്ടിയുടെ വീട്ടിൽ വന്നിരുന്ന് കാര്യം നോക്കാൻ പറഞ്ഞത് ന്യായം. അതുപോലെ ഒരാൾ നല്ല രീതിയിൽ ഡ്രസ്സ് ഇടുക, നല്ല രീതിയിൽ ഒരുങ്ങി നടക്കുക എന്ന് ഉള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരും നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ഇപ്പം എനിക്കൊരു വിഷമമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ലൈഫ് ലോങ് കാറി നിലവിളിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ റിക്കവർ ആവണം, അതാണ് ആവശ്യം. അപ്പം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഇപ്പം ഈ ഇഷ്യൂ മെയിൻ ആയിട്ട് വരാൻ കാരണം, ഈ കുഞ്ഞാറ്റ് ഇങ്ങനെ ഒരു സ്റ്റോറി ഇടാനുള്ള കാരണം തന്നെ നമുക്ക് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം അമലിൻ്റെ ഇതിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു. മിക്കുവിനെ കാണാൻ പറ്റിയില്ല എന്നുള്ള രീതിയിൽ വരുന്ന രീതിക്കാണ് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു നമ്മുടെ കുഞ്ഞാറ്റയിലെ ഇച്ചായൻ. അതായത് മിക്കുവിനെ കാണാൻ വീട്ടിൽ നിന്നിറങ്ങി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഈ ഒരു പോസ്റ്റ് ഈ പുള്ളി ഇട്ടതിൻ്റെ പുറകെയാണ് കുഞ്ഞാറ്റ ഒരു വീഡിയോയുമായിട്ട് വന്നത്. സംഭവത്രേ ഉള്ളൂ, പുള്ളി ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പം ഈ കുഞ്ഞാറ്റയുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്തും ചാനലിൻ്റെ ഒക്കെ, ഇതിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഒക്കെ അടിയിൽ ഭയങ്കരമായിട്ട് ആളുകൾ വിമർശനം തുടങ്ങി. വിമർശിച്ച അപ്പനെ കുഞ്ഞിനെ കാണാൻ അനുവദിക്കുന്നില്ല എന്നുള്ള ഇത്. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞാറ്റെ ഒരു വലിയ കൊടിയ പാതകം ചെയ്ത അവസ്ഥയിലേക്ക് കുഞ്ഞാറ്റെ കൊണ്ട് നിർത്തിച്ചു. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ തുടക്കത്തിൽ, അതായത് എനിക്ക് തോന്നുന്നു ഇവർ തമ്മിൽ ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞ് കുഞ്ഞാറ്റ ഒരു പോസ്റ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്തിട്ടിരുന്നു. വേറെ ഒന്നും ആ കുട്ടി പറഞ്ഞിരുന്നില്ല, ജസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടു. അതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഒന്നും ഈ കുട്ടി അതിൻ്റെ ചാനലിൽ കൂടെ പുറത്ത് വിട്ടിട്ടില്ല. ജസ്റ്റ് അത് മാത്രമേ അത് പറഞ്ഞിരുന്നുള്ളൂ. ഇന്ന് എന്താണ് റീസൺ, എന്താണ് കാരണം എന്ന് ആളുകൾക്ക് അറിയാൻ ഭയങ്കരമായിട്ട് ആകാംക്ഷയുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ആ കൊച്ചു പുറത്ത് വിട്ടില്ല. അത് അതിൻ്റെ മാന്യത എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം അത് ഒരു കാര്യം പോലും അത് പുറത്തേക്ക് വിട്ടിട്ടില്ല. പക്ഷേ ഈ ഒരു സമയത്ത് തന്നെയാണ് അമൽ ഹൈ റേഞ്ച് ഫാമിലി എന്നും പറഞ്ഞുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ആ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പോട്ടെ, ആ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് ഈ ഇങ്ങനെ ഇട്ടിരിക്കുന്ന വീഡിയോസിൻ്റെ തംബ്നെയിലൊക്കെ നമുക്ക് കാണാം, സന്തോഷവും സങ്കടവും ക്ഷണിക്കാതെ വരുന്നു, പിന്നെ നിങ്ങൾ കാരണം ഇങ്ങനെ സംഭവിച്ചു, പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്, അമ്മ Q&A വന്നിട്ടുണ്ട്, പിന്നെ വേദനകളിൽ നിന്ന് സന്തോഷങ്ങളിലേക്ക് തെറി പറഞ്ഞു വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് അച്ചാച്ചൻ
പിന്നെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു നിർത്തുന്നു. അമ്മയെ കുറ്റം പറയാനുള്ളവർ പറഞ്ഞു. അങ്ങനെ അമ്മയ്ക്ക് ചിലത് പറയാനുണ്ട്, എനിക്ക് ചിലത് പറയാനുണ്ട്. ജീവിതം നമ്മളെ പലതും പഠിപ്പിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങളായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന സർവ്വ വീഡിയോസിൻ്റെ അകത്തും നമ്മുടെ കുഞ്ഞാറ്റേനെ പൊടുപ്പും തൊങ്ങലും ഒക്കെ വെച്ചെന്ന് പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് കുത്തിയിട്ടുണ്ട്. നമ്മൾ പറയല്ലേ, കയ്യാലം മേലെ ചുമ്മാ ഇരിക്കുന്ന പാമ്പിൻ്റെ വായിൽ കമ്പ് കൊണ്ട് കിള്ളി കടി വാങ്ങിക്കുക എന്ന് പറയുന്ന രീതിക്കനായി പോയി കാര്യം. ഇതിന് ശേഷം കുറേ ആയി വീഡിയോസ് ഇങ്ങനെ ഇടുന്നുണ്ട്. കുഞ്ഞാറ്റ അതിനൊന്നും റിയാക്ട് ചെയ്യുന്നില്ല. കുഞ്ഞാറ്റ ഈ ഒരു കാര്യവുമായിട്ടുള്ളൊരു രീതിയിൽ ഒരു വീഡിയോസുമായിട്ടും ഇതുവരെ വന്നിട്ടില്ല, അതിനൊരു എക്സ്പ്ലനേഷനും കൊടുത്തിട്ടില്ല. പക്ഷേ ഇന്നലെ ഇട്ട ഒരു വീഡിയോ ഉണ്ട്, മിക്കുവിനെ കാണാൻ പോയി എന്നും പറഞ്ഞുകൊണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ വീഡിയോ കണ്ടപ്പം തന്നെ അത് കണ്ട ഉടനെ തന്നെ കുഞ്ഞാറ്റ വീഡിയോ ഇടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ ഇത് പക്ക ഫേക്കാണ്. കാരണം ചുമ്മാ അഭിനയമാണ് ഇയാൾ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത്. കാരണം സാമാന്യ വിവരമുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സിലാകും ഇവൻ ഈ കാണിക്കുന്നത് കള്ളത്തരമാണെന്നുള്ളത്. ആ ഒരൊറ്റ വീഡിയോ കണ്ട എത്ര പേർക്ക് അത് ക്ലിയർ ആയിട്ട്, കാരണം അതിൻ്റെ അടി കംപ്ലീറ്റ് കമൻറ്റ് വന്നിട്ടുണ്ട്, അവൾ അങ്ങനെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കമൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരൊറ്റ വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് തോന്നാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഓണം അവധിയായിരുന്നു. എൻ്റെ കൊച്ചും അംഗൻവാടിയിൽ പോകുന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഓണം വെക്കേഷൻ ആയിരുന്നു. ഒരു ബുധനാഴ്ച വരെ, അതായത് ഇന്നലെ വരെ ഉള്ള സമയത്ത് അംഗൻവാടിയിൽ പിള്ളേരുടെ എണ്ണം വളരെ കുറവായിരുന്നു. 3% കുട്ടികൾ അംഗൻവാടിയിൽ വരുന്നേ ഇല്ലായിരുന്നു. അതിപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരാൾ പോകുന്നുണ്ടെങ്കിൽ, കൊച്ചിനെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചിട്ട് പോകാം. വിളിച്ചൊന്ന് അന്വേഷിച്ചിട്ടെങ്കിലും പോകാം, കുട്ടി അവിടെ വരുന്നുണ്ടോ, അതായത് കൊച്ചിപ്പോൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്ന് അന്വേഷിച്ചിരുന്നിട്ട് ഒരാൾക്ക് പോയി കൊച്ചു അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് കാണാൻ പോകും. കൊച്ചില്ല എന്നറിഞ്ഞിട്ടായിരിക്കണം ഒരു 85% അവൻ അങ്ങോട്ട് പോയിരിക്കുന്നത്. ഉറപ്പുള്ള ഒരു കാര്യമാണ്. അവിടെ കൊച്ചില്ല എന്നറിഞ്ഞിട്ട് തന്നെയാണോ പോയത്. കാരണം പുള്ളി അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് അംഗൻവാടിയിലെ ടീച്ചറാണെന്ന് തോന്നുന്നു, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, പോകാൻ പറയുന്നുണ്ട്. ഇത് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് കുഞ്ഞാറ്റ എടുത്തു പറയുന്നുണ്ട്. കുട്ടീനെ വിടാതിരിക്കാനുള്ള കാരണം, പുറമേ നിന്ന് ഒരാൾ വന്ന് വീഡിയോ, ഒരിക്കലും നമ്മളൊരു സ്കൂളിൽ ഒരു കുട്ടിയെ വിട്ടാലും, അംഗൻവാടിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു കൊച്ചിനെ വിടുമ്പം ആ അംഗൻവാടിക്കാരുടെ അല്ലെങ്കിൽ സ്കൂളുകാരുടെ ഒക്കെ റെസ്പോൺസിബിലിറ്റിയിലാണ് നമ്മൾ വിടുന്നത് പിള്ളേരെ. അപ്പം അങ്ങനെ ഇരിക്കുമ്പം ഒരിക്കലും ഒരു കാരണവശാലും പുറമേന്ന് വരുന്ന ഒരാൾക്ക് വെച്ചാൽ നമ്മൾ ഇതിൽ എന്താ പറയുക, നമ്മൾ ഗാർഡിയൻ റേഞ്ചിലോ അല്ലെങ്കിൽ നമ്മൾ എത്ര ഇതാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിടത്ത് കൊടുക്കാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരു കുട്ടീനെ കാണാൻ പെർമിഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ കോൾ വിളിച്ച് ഇന്നയാളെ കാണിക്കാനൊന്നും ഒരിടത്തും ഒരു നിയമവും ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഈവൻ അത്രയും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ അംഗൻവാടികളിലും ഇരിക്കുന്ന ടീച്ചേഴ്സിനെ വിളിച്ചാൽ ടീച്ചർമാരുടെ ഫോണിൽ നിന്ന് ടീച്ചർമാർ ഇപ്പം കുട്ടികളെ കാണിച്ചു തരാറുണ്ട് വീഡിയോ കോൾ വഴി. കാരണം ഞാൻ എൻ്റെ മോനെയൊക്കെ ആദ്യമായിട്ട് അംഗൻവാടി വിട്ടപ്പോൾ അവൻ വീട്ടിൽ ഇങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് ആദ്യം അംഗൻവാടി പോയ സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ആദ്യമായിട്ട് പോയതാണ്, ആദ്യത്തെ ദിവസമാണ്, വിട്ടു, വലിയ കരച്ചിലും ബഹളമൊന്നും ഇല്ലാതെ ഇരുന്നേ. പക്ഷെ നമുക്ക് സമയം ആയപ്പോൾ നമുക്കൊരു ടെൻഷനായിരുന്നു, കൊച്ചെന്ത് ചെയ്യുമെന്ന്. അപ്പോൾ ടീച്ചർ തന്നെ പറഞ്ഞു, ആവശ്യമുള്ള സമയത്ത് നിങ്ങളൊന്ന് വിളിച്ചോ, വീഡിയോ കോൾ വിളിച്ചോ, ഞാൻ കാണിച്ച് തരാമെന്ന് പറഞ്ഞു ടീച്ചർ. ഞാൻ ആദ്യത്തെ ഒരാഴ്ച വിട്ട സമയത്ത് ഞാൻ കറക്റ്റ് ഒരാഴ്ച വിട്ടപ്പം ഞാൻ ഒരാഴ്ചയോളം ഞാൻ കൊച്ചിനെ ഇങ്ങനെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ടൈമിൽ ഞാനല്ല ഇച്ചാൻ വിളിക്കുമായിരുന്നു ടീച്ചറിനെ. വീഡിയോ കോൾ വിളിച്ച് കൊച്ച് എന്നെ അടുക്കുവാന്ന് ഞങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യാറ്. കാരണം അവൻ കരച്ചിലാണോ, അവന് വിഷമമുണ്ടോ, അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ട്. കാരണം നമ്മൾ ആദ്യമായിട്ടൊരു കുട്ടീനെ സ്കൂളിലും അല്ല അംഗൻവാടിയിൽ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടൊന്ന് മാറ്റി നിർത്തുവാണ്. കാരണം നമ്മുടെ അടുത്തുനിന്ന് നമ്മൾ മാറ്റി നിർത്തിയത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഞാനത് നോക്കുമായിരുന്നു. സോ ഇഫ് അത് റീസണബിൾ ആണെങ്കിൽ, കാര്യമുള്ളതാണെങ്കിൽ നമുക്ക് ടീച്ചർമാരോട് അങ്ങനെ പെർമിഷൻ ചോദിച്ച് വേണേൽ കാണിക്കാറുണ്ട്.
അതൊന്നുമല്ല ചെയ്തത്. ഒരു സുഹൃത്തിനെ അങ്ങോട്ട് വിട്ടിട്ട് വീഡിയോ കോളിൽ വിളിക്കുക അങ്ങനെ ചെയ്തു എന്നാണ് പറയുന്നത്. എനിവേ അത് ലീഗലി പോകുന്ന കാര്യമാണ്. പുള്ളിക്കാരി കൂടുതലായിട്ടൊന്നും പറ്റില്ല, അത് പുള്ളിക്കാരുടെ ഇഷ്ടം. ഇവർ എന്തെങ്കിലും പുള്ളി പറഞ്ഞ സത്യമാണ്, പുള്ളിക്കാരി ഇവിടെ ഇല്ല, പുള്ളിക്കാരി എബ്രോഡാണ്, പുള്ളിയാണ് ഇവിടെ ഉള്ളത്. ഈ വരുന്നയാൾ മുഖേന എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തട്ടുകേട് അവരുടെ വീട്ടുകാർക്കും പുള്ളിക്കാരിക്കും തന്നെയാണ് വരാൻ പോകുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം ആരോ ചോദിക്കുന്നത് കേട്ടു, ഈ കൊച്ചനോട് പറഞ്ഞുകൂടെ ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ വാങ്ങിക്കരുതെന്ന്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളാണ്, ഈ കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള ഒരു ബുദ്ധിയും ബോധവും ആയിട്ടില്ല. അതും മനസ്സിലാക്കുക. 3 തൊട്ട് 4 വയസ്സ് വരെയുള്ള കുട്ടികളാണ്, 4 വയസ്സ് 4.5 വയസ്സുള്ള കൊച്ചുങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ അംഗൻവാടിയിൽ ഉണ്ടായിരിക്കുക. 5 വയസ്സിനടുത്ത് പ്രായം, 5 വയസ്സ് വരെ പോലും ആവാത്ത പിള്ളേരാണ്. ആ കുട്ടികളോട് വഴിയെ പോണ ഒരാൾ എന്തെങ്കിലും തന്നാൽ വാങ്ങിക്കരുത് മോനെ എന്ന് നമുക്ക് പറയാം. പക്ഷേ ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ കുട്ടികൾ അത് വാങ്ങിക്കും. അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിലർ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ. പിന്നെ ഈ കുട്ടിയുടെ വീഡിയോയിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാളെ പറ്റി ഒരു കാര്യം കേട്ടു. ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. ഞാനും ഒരു ഭാര്യയാണ്, അമ്മയാണ്, സത്യമാണ്. ഒരു ഭർത്താവിനെ പറ്റി കേൾക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ പറയട്ടെ, എൻ്റെ കെട്ടിയവൻ അവിടെ നിന്ന് ഒരാളെ തെറി വിളിച്ചു, അല്ലെങ്കിൽ അയാളെ അടിച്ചു, അല്ലെങ്കിൽ അയാളെ പറ്റി വേറെ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കുറേ ഉൾക്കൊള്ളാം. സംഭവിച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു നാണക്കേടുണ്ടാകും, വിഷമം ഉണ്ടാകും. അത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കാര്യം മാറും. പക്ഷേ അതേ സ്ഥാനത്ത് അയാൾ വേറൊരാളുടെ കൂടെ പോയി, അല്ലെ വേറെ ഒരു ആളുമായിട്ട് വേറൊരു രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നറിഞ്ഞാൽ നമ്മളിൽ ഒരാൾക്ക് പോലും അത്, ഇവൻ എനിക്കാണെങ്കിൽ പോലും സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല. കാര്യമായിട്ട് ഞാൻ പറയാണ്, കുഞ്ഞാറ്റ് പറഞ്ഞു 1 അല്ല 2 അല്ല എത്രയോ അവസരങ്ങൾ കൊടുത്തു. സത്യമാണ്. നമ്മളൊരു ഡിവോഴ്സിന് ഫയൽ ചെയ്ത് കഴിയുമ്പം അതിനകത്ത് കൗൺസിലിംഗ് ഉണ്ട്. ആ കൗൺസിലിങ്ങിന് ചെന്ന് കഴിയുമ്പോൾ ചിലർക്ക് തോന്നും ഒരുമിച്ച് ജീവിക്കാൻ പറ്റും, പ്രശ്നങ്ങളെ പരിഹരിച്ചെന്ന്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർ കുടുംബമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കും. എന്നിട്ടും പരാജയപ്പെടുമ്പോഴാണ് തിരിച്ചെല്ലാവരും ഡിവോഴ്സിന് വേണ്ടിയിട്ട് ചിലവർ ചെല്ലുന്നത്. അപ്പം കുഞ്ഞാറ്റയുടെ കേസ് പറഞ്ഞാൽ കുഞ്ഞാറ്റ മാക്സിമം ശ്രമിച്ചു, അവസരങ്ങൾ കൊടുത്തു, എന്നിട്ടും ആ വ്യക്തി നേരെ ആവുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരി അതിനകത്ത് എടുത്തു പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ശ്രമിച്ചതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും ചിലപ്പോൾ ക്ഷമിച്ച് പോയേനെ, പക്ഷേ ഞാൻ ആ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും അതല്ല പറഞ്ഞ വിത്ത് ഒത്തിരിയേറെ തെളിവുകളോടുകൂടി നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം നമുക്കൊരിക്കലും ചിലപ്പോൾ അത് ക്ഷമിക്കാൻ പറ്റിയെന്ന് വരില്ല. എനിക്ക് ഉറപ്പായിരുന്നു ഇതിൻ്റെ ഒരു പര്യവസാനം ഏകദേശം ഈ ഒരു രീതിക്ക് വരും എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി, ഈ പറയുന്ന അമൽ വീഡിയോസ് ഇടാൻ തുടങ്ങി, എനിക്ക് തോന്നുന്നു ഞാൻ ആ വീഡിയോ ഇട്ട് തുടങ്ങിയ സമയത്ത് എങ്ങാണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ എങ്ങാണ്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട് തോന്നുന്നു, ഈ കാര്യം ഇവിടെ വിട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിൽ തിരിയാന്നൊക്കെ പറഞ്ഞ് ഞാനൊരു കമൻറ്റ് ഇട്ടായിരുന്നു. കാരണം ഈ പുള്ളി കുഞ്ഞാറ്റെ വെച്ച് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഒരു ലിമിറ്റ് ഉണ്ട്, എല്ലാവർക്കും ഒരു ലിമിറ്റ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് ഒരു സപ്പോർട്ടിന് ഒരാളില്ലാത്ത ഒരു സമയമാണ് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ കുട്ടി ഇപ്പം എബ്രോഡാണ്. ഒരു വിഷമം വന്നാൽ അതിൻ്റെ ദുഃഖം പറയാൻ കുറച്ച് സുഹൃത്തുക്കൾ കാണും. നമ്മുടെ പേരൻസോ നമുക്ക് ആരെങ്കിലും ഒരു സപ്പോർട്ടിനോ അവിടെ ആരുമില്ല. അങ്ങനെ അത്രയും ഒരു മെൻ്റൽ സ്ട്രെസ്സിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ നിരന്തരമായിട്ട് ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 10-39 വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടിന്യൂസ് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പം ഇങ്ങനെ വീഡിയോസ് ഇട്ടിട്ട് വന്നപ്പം ഈ അവസാനത്തെ വീഡിയോയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്കും ചിലപ്പം താങ്ങാവുന്നതിൻ്റെ അപ്പുറമായി കാണും. കാരണം അതുപോലെയാണ് ആളുകൾ പുള്ളിക്കാരിയെ നെഗറ്റീവ് പറയുന്നത്. ഒരു പരിധി എത്തിക്കഴിയുമ്പം ഇതെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ പുള്ളിക്കാരി എല്ലാം ഓപ്പണായിട്ട് പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരി ഒരു തെളിവുകളും നിരത്തിയിട്ടില്ല. പുള്ളിക്കാരി ജസ്റ്റ് ചെറിയൊരു രീതിക്ക് ഒന്നൊരു ഇൻട്രോ മാത്രമേ സത്യം പറഞ്ഞാൽ കൊടുത്തിട്ടുള്ളൂ. അത്രയും കൊടുത്തപ്പം തന്നെ അമല് പേടിച്ചാരണ്ട് കോയി ഇന്നലെ ഒരു വീഡിയോ ഇട്ടു. എനിക്ക് തോന്നുന്നു 8 മിനിറ്റിനുള്ളിൽ ആ വീഡിയോ ഇട്ട പാടെ അത് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്.
പക്ഷെ ആ വീഡിയോസ് എല്ലാവരുടെയും കയ്യിൽ എത്തേണ്ടടത്തെല്ലാം എത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും കയ്യിൽ, നമ്മുടെ എല്ലാം കയ്യിലെ വീഡിയോസ് ഇരിപ്പുണ്ട്. അപ്പം അത്രയും ഒരു തെളിവ് തരും ഇത്രയും ഉണ്ടെന്ന് പറഞ്ഞ പുള്ളിക്കാരി ഇത്രയും ഒരു കാര്യം എടുത്തിട്ടൊരു വീഡിയോ ചെയ്തപ്പം അവന് ഇത്രയും പേടിക്കണമെങ്കിൽ ബാലൻസ് ഉള്ള കാര്യങ്ങളെ ഓർത്ത് അവൻ പറയുന്നുണ്ട്, എനിക്കൊരു കുടുംബമുണ്ട്, കുഞ്ഞുണ്ട്, അമ്മയുണ്ട്, അപ്പനുണ്ട്, സഹോദരങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പെങ്കൊച്ചിന് തന്നെ ഇതൊന്നും ഇല്ലായിരുന്നോ? ഇവളുടെയും കൂടെ മകനാണ് മിക്കു. ആ പെൺകുട്ടിക്ക് അപ്പനില്ലേ, അമ്മയില്ലേ, സഹോദരനില്ലേ, അവർക്കൊരു ജീവിതമില്ലേ? ഇതൊന്നും നീ വിചാരിച്ചില്ലല്ലോ. നീ വീഡിയോസ് ഇട്ടിട്ടിട്ടിട്ട് ആ കൊച്ചിനെ കുത്തി 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 വന്നപ്പം സ്വന്തമായിട്ടൊരു രീതി ചിന്തിക്കണമായിരുന്നു. കാരണം ഞാൻ പറയാം, ഇങ്ങനെ ഒരു ഒന്നാമത്തെ കാര്യം, അമൽ എന്താ പറയുന്നതെന്ന് അമലിന് പോലും അറിയത്തില്ലാത്ത രീതി ബ്ലാ 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 എന്നുള്ളൊരു വീഡിയോ ആണ്. കംപ്ലീറ്റ് എടുത്ത് നോക്കാൻ നമ്മൾ അത്രയും ക്ലിയർ അല്ലാതെ ക്ലാരിറ്റി ഇല്ലാത്ത കുറേ വീഡിയോസ് ഒരാൾ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ചാനലിന് മുമ്പിലേക്ക് കയറി വരില്ല. വളരെ നിസ്സാരമായ കാര്യമാണ്. കാരണം ഈ കുട്ടിയുടെ ഈ കുഞ്ഞാറ്റേനെ ആളുകൾക്ക് ഒത്തിരി പേർക്ക് അറിയാം. ആ ഒരു ഇത് വെച്ചാണ് പെട്ടെന്ന് ഇത്രയും ആയത്. കാരണം ഒരു യൂട്യൂബ് ചാനൽ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ ഭയങ്കര പാടാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്കൊന്നും ഒരു കാര്യവും മുമ്പോട്ട് പോവില്ല. നമ്മൾ എന്തുമാത്രം വീഡിയോസ്, ഞാൻ പറയാം, ഓരോ ആൾക്കാർ ഇത്രയും വ്യൂവേഴ്സിനെയും ഇത്രയേറെ ആൾക്കാരെ ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നു 10, 300, 10, 400 വീഡിയോ കഴിയുമ്പോഴാണ് ഇത്രയെങ്കിലും ഒരു പരുവത്തിലേക്ക് എല്ലാവരും എത്തുന്നത്. എനിക്ക് തോന്നുന്നു 3 വീഡിയോസോ 4 വീഡിയോസോ ഇട്ട് കഴിഞ്ഞപ്പം അത് ഏകദേശം എനിക്ക് തോന്നുന്നു 34K സംതിങ് ആൾക്കാർ ഇവർക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം ഇത്രയേറെ സബ്സ്ക്രൈബേഴ്സ് ഇതെല്ലാം വരാനുള്ള ഒരു കാരണവും ഈ കുട്ടിയുടെ ഭാഗത്തു നിന്നാണ്. പിന്നെ ഇത് ആളുകൾ കാണാനുള്ള കാര്യമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ തമ്പനിയിലാണ്. സത്യം പറഞ്ഞാൽ ഇപ്പം ലാസ്റ്റ് പുള്ളി ആ കൊച്ചിനെയും കൂടെ വെച്ചിട്ട് ഒരു റീച്ച് ഉണ്ടാക്കാൻ നോക്കി. എല്ലാം കൂടെ അവസാനം സഖി കെട്ടപ്പം ഈ കുട്ടി വന്ന് ഇത് പുറത്തു വിട്ടു. എന്നാണേലും ഇത് ലീഗലി പോകുന്ന കേസാണ്. അപ്പം ലീഗലി തന്നെ ഈ കുട്ടി മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ബാലൻസ് ഉള്ള കാര്യങ്ങൾ ലീഗലി ഇത് വരും, എന്താണെങ്കിലും വരും. എനിക്ക് തോന്നുന്നു ഇപ്പം അത്യാവശ്യം ആളുകൾക്ക് ഈ പുള്ളിയുടെ അഭിനയം നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. സോ എല്ലാവരും തന്നെ ഈ ഒരു അഭിനയം മനസ്സിലാക്കി എല്ലാവരും അതിനെതിരെ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിക്കാണ് അതിൻ്റെ ഇടയിൽ കമൻസ് വരുന്നത്. അപ്പം മര്യാദയ്ക്ക് അമലിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ വീട്ടിലെ കാര്യമോ കപ്പയും മീൻകറിയും വെക്കുന്ന കാര്യമോ, എല്ലും കപ്പയും ഉണ്ടാക്കിയോ വല്ല കപ്പയും മീൻകറിയും വെച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിലെ വല്ലതും പോയി നടക്കുന്നോ പറക്കിയോ അവിടുത്തെ ഇവിടുത്തെ വേറെ ചുറ്റുവട്ടത്തുള്ള വേറെ എന്തെങ്കിലും വീഡിയോസ് വെച്ച് ഇട്ട് റീച്ചും ഉണ്ടാക്കി മര്യാദയ്ക്ക് ഇരുന്നാണെങ്കിൽ മര്യാദയ്ക്ക് പോകും. അതല്ല ഈ രീതിക്ക് തുടരുവാണെങ്കിൽ കുറച്ച് കഴിയുമ്പം യൂട്യൂബിൽ കൂടെ പല തെളിവുകൾ സഹിതം പാറിപ്പറന്ന് നടക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്.